ഉപദേശമില്ലാത്തൊരു പണി പുസ്തകത്തിന്റെ പണിയല്ല. അത് മാനുഷികമാണ്, ജഡീകമാണ്, ഭൗതികമാണ്, നിത്യത വരെ നിലനിൽക്കുന്നതല്ല. പരിശുദ്ധാത്മാവ് നയിച്ചോണ്ട് പോകുമ്പോ വചനം വേണ്ടെന്നല്ല ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്നവർ വചനം പ്രസംഗിക്കുമെന്നും ആ വചനത്തെ സ്വീകരിക്കാനായി ജനങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു സഭ സ്ഥാപിതമാകാൻ, ഒരുവൻ ജീവനുള്ള ദൈവത്തെ കാണാൻ തടസ്സമല്ല ദൈവത്തിന്റെ വചനം, അത്യാവശ്യമാണ് ദൈവത്തിന്റെ വചനം. പലരും ഇന്ന് ധരിച്ചിരിക്കുന്നത് വചനമൊന്നും പ്രസംഗിച്ചാൽ ആരും സഭയെ വരത്തില്ലെന്നാ ചിന്തിച്ചിരിക്കുന്നത്. അത് ആളെ കൂട്ടാൻ കച്ചകെട്ടിറങ്ങിയവർക്ക് വചനം പ്രസംഗം തടസ്സമായി തോന്നുമെങ്കിലും നിത്യതയിലേക്ക് പോകുവാനാണ് ഒരു കൂട്ടം ആൾക്കാരെ ഉളവാക്കുവാൻ, ഒരുക്കുവാനാണ് സഭയുടെ ദൗത്യമെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണം. ഉപദേശമില്ലാത്തൊരു പണി പുസ്തകത്തിന്റെ പണിയല്ല. അത് മാനുഷികമാണ്, ജഡീകമാണ്, ഭൗതികമാണ്, നിത്യത വരെ നിലനിൽക്കുന്നതല്ല. പരിശുദ്ധാത്മാവ് നയിച്ചോണ്ട് പോകുമ്പോ വചനം വേണ്ടെന്നല്ല ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്നവർ വചനം പ്രസംഗിക്കുമെന്നും ആ വചനം പ്രസംഗിക്കുന്നത് കേവല അറിവായിട്ടല്ല, ആ വചനത്തെ സ്വീകരിക്കാനായി ജനങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു.